നിൽക്കുന്നത് എവിടെയാണ് സ്ഥലം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മാമലക്കണ്ടം സ്കൂളിന്റെ ഫ്രണ്ടിലാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കൂളാണിത്. നമ്മളൊക്കെ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ എവിടെയൊക്കെ പോവാ, ഏതെങ്കിലും വാട്ടർഫോൾസ് ഒക്കെ കാണാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ റൈഡ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും. ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസും മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാം. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്കൂളാണ്. ഒരുപാട് റീലുകളിലും വ്ളോഗുകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭയങ്കര ഇപ്പൊ പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ട് അവിടെ. അവർക്ക് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. എത്ര ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണിത്. ഭയങ്കര അടിപൊളിയാണ്. വേറൊരു വണ്ടിയിൽ ഇറങ്ങി പോവാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവരെല്ലാവരും വരുന്ന ഒരു സ്ഥലമാണിത്. സൂപ്പർ ഫീലിംഗ് ആണ്. കുറെ പേര് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ അവര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇതിന്റെ ചുറ്റുമുള്ള മലനിരകളായിക്കോട്ടെ, വെള്ളച്ചാട്ടങ്ങൾ. ഇവിടെ വരുന്ന വഴിക്ക് മൊത്തത്തിൽ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ വാട്ടർഫോൾസിന്റെ ബഹളാണ്. നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകളിലെല്ലാം ചുറ്റുമുള്ള മലകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അതും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള നാച്ചുറൽ വാട്ടർ ആണ്. ഭയങ്കര പച്ചപ്പും ഇവിടെയുള്ള മലനിരകളും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ ഒരുപാട് ദൂരെ ഒന്നും പോവണ്ട. വളരെ കോതമംഗലത്തിനൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഇവിടെ ഏറ്റവും ഒരു ചെറിയൊരു പിക്ക് പോയിന്റ് നിന്നിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓഫ് റോഡ് വന്ന് നമ്മളെ ഇത്രയും സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ച വെഹിക്കിളാണിത്. അതും ഭയങ്കര ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നത്. കാരണം തീരെ റോഡില്ല, പാറയുടെ മേലിൽ കൂടെയൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അതിൽ വളരെ സേഫ് ആയിട്ട് നമ്മൾ എത്തിച്ച വണ്ടിയാണ്. അത് മാത്രമല്ല നല്ല അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഭയങ്കര എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അത് മനസ്സിലാക്കണം. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്നത് മുനിയറയുടെ ഫ്രണ്ടിലാണ്. മുനിയറ എന്ന് പറയുന്നത് മുനികൾ തപസ്സിരിക്കുന്ന സ്ഥലം. ഈ കാണുന്ന പാറകളുടെ ഉള്ളില് അകത്തിരുന്നാണ് അവർ തപസ് ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നും. കാരണം ഒരുപാട് പണ്ടുള്ള കാര്യമായിരുന്നു. അവരൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ചിന്തിച്ചു പോകുന്നത്. ഭയങ്കര രസമല്ലേ? ഈ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിന്റെ ഉള്ളിൽ തന്നെ അവിടെ ഇത്രയൊരു ചെറിയ സ്പേസിൽ അവര് അവരുടേതായ തപസ്സും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം. എന്ത് രസമായിരിക്കും അല്ലേ? അവർക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഇവിടെയുള്ള ചെറിയ വാട്ടർഫോൾസും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇവിടെ. നമ്മൾ മുനിപ്പാറയിൽ നിന്ന് ഇറങ്ങി വന്നേക്കണതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു വാട്ടർഫോൾസ് കുറേ ഇവിടെ കൂടി യൂഷ്വലി നടന്ന് പാസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്.
പക്ഷെ മഴയൊക്കെ കാരണം ഭയങ്കരമായിട്ട് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന കാരണം പറ്റിയില്ല. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ടായിരുന്നു, അതും അങ്ങോട്ട് പോകാനായിട്ട് നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ വളരെ പേടിയോടുകൂടിയാണ് ജീപ്പിൽ ഇരുന്നത് പോകുന്നത്, കാരണം അത്രയ്ക്ക് കുത്തൊഴുക്കുണ്ട്. യൂഷ്വലി അവിടെ അത്ര ഉണ്ടാവാറില്ല, മഴ കാരണം നന്നായിട്ട് ഒഴുക്കുണ്ടായിരുന്നു. നമ്മളത് ക്രോസ് ചെയ്യുവാണ് നമ്മുടെ ജീപ്പിലിരുന്നിട്ട്. ഫൈനലി നമ്മൾ അപ്പുറത്തെത്തി. ഭാഗ്യം. അത് മാത്രമല്ല എക്സൈറ്റ്മെൻറ്റും ആ ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭയങ്കര ഒരു അഡ്വെഞ്ചർ എക്സ്പീരിയൻസ് ആണത്. ഒരു അതിമനോഹരമായ യാത്രയായിരുന്നു നമ്മുടെ മാമലക്കണ്ടത്തെ യാത്ര എന്ന് പറയുമ്പോൾ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അരുവികൾ, പാറകൾ, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജേർണിയാണ്. ഇതുപോലുള്ള എക്സ്പീരിയൻസ്, ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിലൂടെ പോകാനുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് our ഡിസ്ക്രിപ്ഷൻ ബോക്സ്. മറ്റൊരു ട്രാവൽ വ്ളോഗുമായി വീണ്ടും കാണും വരേക്കും ബൈ ഫ്രം ട്രാവൽ ബിസി ബി.